ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങളെ എല്ലാവരെയും ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന കുക്കറി ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് നമ്മളിന്ന് ഓണം ആയില്ല എങ്കിലും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മളൊരു രണ്ട് ഓണവിഭവം ഇന്ന് അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെയാണ് ഒരു നാരങ്ങാക്കറി. ഇതങ്ങനെ സാധാരണ അത്ര പ്രചാരത്തിലുള്ളതല്ല. നാരങ്ങാക്കറിയാണ് കേട്ടോ, നാരങ്ങ അച്ചാറല്ല, നാരങ്ങാക്കറി. വടുവുപ്പുളി നാരങ്ങ കൊണ്ടാണ്. പിന്നെ അടുത്തത് നമ്മുടെ കക്കരിക്ക കൊണ്ടൊരു പച്ചടിയാണ്. ഈ രണ്ട് ഐറ്റം ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അല്പം സമയക്കുറവുണ്ടാവും, അതുകൊണ്ട് അല്പം സ്പീഡിൽ ഇത് വിളമ്പി വരും. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കാണിക്കാം. അപ്പോൾ നമ്മുടെ വടുവുപ്പുളി നാരങ്ങ ഇതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇക്കൊല്ലം ഓണത്തിന് മുമ്പ് തന്നെ അവൈലബിളായി, എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം തീരെ കിട്ടാനില്ലായിരുന്നു വടുവുപ്പുളി നാരങ്ങ. ഇതിൻ്റെ തൊണ്ടിന് ഭയങ്കര കട്ടിയുണ്ടാവും, അത് കയ്പും ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ആ കയ്പ് വരണം. അപ്പോൾ ഇത് നമ്മൾ ഒരു നാരങ്ങയാണ്, ഇതേമാതിരി ഒരു നാരങ്ങയാണ്. ഈ നാരങ്ങ ഉപ്പും നമ്മളെ മഞ്ഞളും ചേർത്തിട്ട് 1 മണിക്കൂർ വെച്ചിരിക്കുന്നതാണിത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് വേണം, പിന്നെ നമ്മൾ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് കൊത്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് നമ്മൾ വാളംപുളി വെള്ളം വേണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട, ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. പിന്നെ മുളക് പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്, പിന്നെ കടുകാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകുകൾ ഇട്ടിട്ട് അല്പം പൊട്ടിക്കാം. സിമ്മറിലിട്ടു. ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഉപയോഗിക്കാം. ഒരു 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണ്, 1 ഇഞ്ച് നീളത്തിലുള്ളത്. അതിൻ്റെ പുറകെ നമുക്ക് വെളുത്തുള്ളി ഒരു 10 ക്ലോസ് ഉണ്ട്, ഇത് കൊത്തി അരിഞ്ഞാണ്. കറിവേപ്പില ചേർക്കാം. പച്ചമുളകുണ്ട്, ഒരു 3 പച്ചമുളക് അരിഞ്ഞതാണ്, നേർമയായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് മുളക് പൊടിയും ചേർക്കാനുണ്ട്. മുളക് പൊടി ചേർക്കാം, അധികമൊന്നും വേണ്ട, ഒരു കഷ്ടിച്ചൊരു 1 ടീസ്പൂൺ മതി. കായപ്പൊടി ചേർക്കാനുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പുളി ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പും ചേർക്കാനുണ്ട് ഇതിൽ. ഉപ്പ് നോക്കി ചേർക്കണം, കാരണം നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തിളച്ചു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ മിക്സ് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിൽ ചേർക്കുക. ചൂടാക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാരങ്ങാക്കറി
റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇതൊരു കാരണവശാലും ഇത് ചൂടാക്കാനോ തിളപ്പിക്കാനോ പാടില്ല. ഈ നാരങ്ങ പച്ചയായിട്ട് തന്നെ ഇരിക്കണം. ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ചേർക്കാം, എന്തും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പിയായ നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു അച്ചാറല്ല, ഇത് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറവാണ്. കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഒരാഴ്ചക്കുള്ളിൽ ഇത് വയ്ക്കാൻ പാടില്ല, കാരണം ഇതിന് ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത് തീർക്കണം. അപ്പോൾ നമ്മൾ ഓണം വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയാൽ മതി. അത് കൂടുതൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇത് അച്ചാറല്ല. നമ്മളിതുകൊണ്ട് അച്ചാർ വേണമെങ്കിൽ ഉണ്ടാക്കാൻ വേറെ, പക്ഷേ ഇത് നാരങ്ങ കറി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതധികം ദിവസം ഇരിക്കില്ല, ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അടുത്തത് നമ്മുടെ ക്യൂക്കമ്പർ കക്കരിക്ക പച്ചടിയാണ്. ഇത് ഒരു കക്കരിയാണ്. ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് ഇതിന് ചെറുതായിട്ട് ഇതിനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്ന് അല്പം പിഴിഞ്ഞ് കളയേണ്ടതുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം, അല്ലെ വെള്ളം കൂടും. അപ്പോൾ നമ്മൾ കക്കരിക്ക ഉപ്പ് ചേർത്ത് വെച്ചിരുന്നാണെന്ന് പിഴിഞ്ഞ് കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം കൂടുതലായി പോകും. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ്, ഇതൊരു കക്കരിക്കയാണല്ലോ എടുത്തത്, ക്യൂക്കമ്പർ. അപ്പോൾ ഇതിനൊരു 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് മതി. ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കപ്പിൻ്റെ അടുത്തിട്ട് തൈര്, 2 ടീസ്പൂൺ കടുക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരയ്ക്കുന്നതാണ്. പിന്നെ ഇത് മുളകുണ്ട്, ഒരു 3 വറ്റൽ മുളക്, നമ്മൾ കടുക് വറുക്കുമ്പോൾ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇതിന് കുക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു, ഇതിൽ നമ്മൾ ഈ പച്ചക്കടുക് ചേർക്കേണ്ടതുണ്ട്. ഈ കടുക് പരിപ്പല്ല, ഇതിൽ പച്ചക്കടുക് തന്നെയാണ് ചേർക്കേണ്ടത്, പ്രത്യേകം ഓർക്കുക. നമുക്കൊന്ന് പതുക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം. നമ്മൾ കടുക്, തേങ്ങയും മറ്റു ഐറ്റങ്ങളൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കടുക് ചേർത്ത കാരണം നന്നായിട്ട് അരയണം, ഇല്ലെങ്കിൽ കടുക് അങ്ങനെ കിടക്കും, അപ്പോൾ ടേസ്റ്റ് വരില്ല. നമ്മൾ അല്പം വെള്ളം കൂടെ ചേർത്ത് ഇത് കുലുക്കി ഒഴിക്കാം. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ഇതിൽ ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. തൈര് ചേർക്കുകയാണ്, കട്ടത്തൈരാണ്. ഉപ്പ് ചേർക്കണം. വിസ്കർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കിനി ഇതൊന്ന് കടുക് പൊട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അപ്പോൾ അതാവുന്ന വരെ നമുക്ക് ഈ മുളകൊന്ന് 2ആയിട്ടൊന്ന് മുറിക്കാം. കടുകിടാം. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ മുളകൊന്നിടാം ഇതിലേക്ക്.
സിമ്മറിലിടുക. കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ ഇവിടെ കക്കിരി പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. ഇതിന് പല നാടുകളിലും പല പേരുകളാണ്. ചിലയിടത്തൊക്കെ കിച്ചടി എന്ന് പറയും, പച്ചടി എന്ന് പറയും. അതുപോലെ തന്നെ ചിലർ വേവിക്കും, ചിലർ വെള്ളരി കൊണ്ടുണ്ടാക്കും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഈ കക്കിരി കൊണ്ടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, വളരെ പച്ചയ്ക്ക് ഇരിക്കുന്ന, പച്ച വേവിക്കാനേ പാടില്ല. ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പിൽ കണ്ട് വളരെ എളുപ്പമാണ്, വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ 2 ഓണ വിഭവങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒന്ന് നാരങ്ങ കറിയാണ്, രണ്ടാമത് കക്കരി കുക്കമ്പർ പച്ചടിയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കാനൊന്നുമില്ല, ഇത് നേരെ ഈ നാരങ്ങാക്കറി എന്ന് പറഞ്ഞ് ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. പച്ചടി ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയാൽ മതി. അത് ഉണ്ടാക്കി നേരത്തെ വെക്കേണ്ട, ടേസ്റ്റ് മോശമാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഓണ വിഭവമാണിത്, ഓണം സംബന്ധിച്ചുള്ള വിഭവമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചത്. ഇനി അടുത്ത ദിവസങ്ങളിലും വേറെ ഓണ വിഭവങ്ങളുണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുന്നല്ലോ നിങ്ങൾ. പിന്നെ ഇതിൻ്റെ വിഭവങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇത് 2 ഐറ്റം ഉള്ളത് കാരണം കുറച്ച് പെട്ടെന്നാണ് ഇത് വിടുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മളത് എഡിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും യാത്ര പറയുകയാണ്. ജയ് ഹിന്ദ്, ബൈ.